ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ക്ലാസ് റൂം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റഷീദ് ഓഡിക്കൽ സാറിൻ്റെ സിംപ്ലിഫൈഡ് നോട്ട്സ് ആയിട്ടാണ്. ഇതിൻ്റെ PDF നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഈ PDF ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കുട്ടീൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഫസ്റ്റ് ടൈം എക്സാമിന് നമുക്ക് 3 ചാപ്റ്റേഴ്സാണുള്ളത്. എക്സാമിന് മുന്നേ തന്നെ ഞാൻ 3 ചാപ്റ്ററും അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും തീർച്ചയായിട്ടും 3 പാർട്ടും കണ്ടിട്ട് തന്നെ ഈ ഫസ്റ്റ് ടൈം എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഈ നോട്ട്സിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് ഫസ്റ്റായിട്ട് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ടാണ് എൻ്റെ ക്ലാസ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്റർ നെയിം സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. ഇതിലെ കണ്ടൻറ്റ്, ഇതിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ: എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലൈ, ന്യൂറോൺ സ്ട്രക്ചർ, ഇമ്പൾസ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, ടൈപ്സ് ഓഫ് നെർവ്, സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, reflex action, peripheral nervous system, sympathetic and parasympathetic nerves, disorders of nervous system, Alzheimer's, പാർക്കിൻസൺസ് ആൻഡ് എപ്പിലെപ്സി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഡിഫൈൻ സ്റ്റിമുലസ്. എന്താണ് സ്റ്റിമുലസ്? The senses that evoke responses in organisms are called stimuli. These are 2 types. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിന് കാരണമാകുന്ന സെൻസസ്, ഓർഗാനിസത്തിൽ റെസ്പോൺസിന് കാരണമാകുന്ന സെൻസസിനെയാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇത് 2 തരത്തിലുണ്ട്. എക്സ്റ്റേണൽ സ്റ്റിമുലയും ഉണ്ട്, ഇൻറ്റേർണൽ സ്റ്റിമുലയും ഉണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ സ്റ്റിമുലയ്ക്ക് എക്സാമ്പിളാണ് സൗണ്ട്, ടച്ച്, ഹീറ്റ്, കെമിക്കൽസ്, പ്രഷർ, കോൾഡ്, റേഡിയേഷൻസ്. ഇൻറ്റേർണൽ സ്റ്റിമുലയ്ക്ക് എക്സാമ്പിളാണ് ഹങ്കർ, ടച്ച്, ഇൻഫെക്ഷൻ, പ്രഷർ വേരിയേഷൻ, തേഴ്സ്റ്റ്, എക്സോസ്റ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് നെർവസ് സിസ്റ്റം? ടു ജനറേറ്റ് ആൻഡ് കോർഡിനേറ്റ് റെസ്പോൺസസ് അക്കോർഡിംഗ് ടു എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ചേഞ്ചസ്. എക്സ്റ്റേണൽ ആയതും ഇൻറ്റേർണലായ ചേഞ്ചസിനനുസരിച്ചിട്ട് റെസ്പോൺസിനെ ജനറേറ്റ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാണ്. ഓക്കെ, നെയിം ദ പാർട്സ് ഇൻക്ലൂഡഡ് ഇൻ അവർ നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡായ പാർട്ട് ഏതൊക്കെയാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ് ആൻഡ് റിസപ്റ്റേഴ്സ്. ഇത്രയും ഭാഗങ്ങളാണ് നെർവസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡായ പാർട്സ്. ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് എ മോഡൽ ന്യൂറോൺ: ഡെൻഡ്രൈറ്റ്സ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, മൈലിൻ ഷീത്ത്, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇത്രയുമാണ് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. ന്യൂറോൺ ഹാസ് മെയിൻലി ദ ഫോളോയിങ് പാർട്സ്: സൈറ്റോൺ ഓർ സെൽ ബോഡി, ഇമ്പൾസസ് റിസീവിങ് ഡെൻഡ്രോൺ, ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ഡെൻഡ്രോൺ. ബ്രാഞ്ചസ് ആർ നോൺ ആസ് ഡെൻഡ്രൈറ്റ്സ്. ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ്. ഓക്കെ, ഇമ്പൾസ് ട്രാൻസ്മിറ്റിംഗ് ആക്സോൺ, ബ്രാഞ്ചസ് ആർ ആക്സോണൈറ്റ്. ഇമ്പൾസ്, ഡെൻഡ്രോൺ റിസീവ് ചെയ്യുന്ന ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഭാഗമാണ് ആക്സോൺ. ആ ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സിനാപ്റ്റിക് നോബ്, ഈ എൻഡിലുള്ള പോയിൻറ്റ്സ്, ഇതാണ് സിനാപ്റ്റിക് നോബ്. ഫോർ സെക്രീറ്റിംഗ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇൻ സർട്ടൻ ന്യൂറോൺ, ചില ന്യൂറോണിൽ ദ നെർവ് ഫൈബേഴ്സ് ആർ കവേർഡ് ബൈ മൈലിൻ ഷീത്ത്. നെർവ് ഫൈബർ കവർ ചെയ്തിരിക്കുന്ന മൈലിൻ ഷീറ്റ് കൊണ്ടായിരിക്കും. മേഡപ്പ് ഓഫ് വൈറ്റ് ഷൈനിങ് ഷ്വാൻ സെൽസ്. അത് വൈറ്റ് ഷൈൻ ചെയ്യുന്ന വൈറ്റ് കളർ ഷ്വാൻ സെൽസിനാൽ നിർമ്മിതമാണ്. ഓക്കെ, ദ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് നെർവ് ഫൈബേഴ്സ്. മെൻഷൻ ഇറ്റ്സ് ഫങ്ഷൻ. നെർവ് ഫൈബർ അഥവാ ആക്സോൺ, ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കവറാണ് മൈലിൻ ഷീറ്റ്. ഈ മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്?
പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. ആക്സോണിന് ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നു. ആക്സിലറേറ്റ് ഇമ്പൾസസ്, ഇമ്പൾസസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നു. ആക്ട് ആസ് എൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ, ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്, എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഗിവ് വൈറ്റ് അപ്പിയറൻസ്, വൈറ്റ് കളർ നൽകുന്നു, വൈറ്റ് അപ്പിയറൻസ് നൽകുന്നു. വൈറ്റ് മാറ്റർ ടു ദ ന്യൂറൽ പാർട്ട്, ന്യൂറൽ പാർട്ടിന് ഒരു വൈറ്റ് അപ്പിയറൻസ് നൽകുന്നു. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും തമ്മിലുള്ള വ്യത്യാസമാണ് അടുത്തതായി ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, the part of nerve where myelinated neurons are present in abundance is called white matter. അതായത് നെർവിൻ്റെ പാർട്ടാണ് where myelinated neurons are present. myelinated neurons കൂടുതലായി കാണപ്പെടുന്ന നെർവിൻ്റെ പാർട്ടിനെയാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. The part of nerve where the cell bodies and non-myelinated nerves are present is called grey matter. മൈലിൻ ഷീത്ത് ഇല്ലാത്ത നെർവ്സും സെൽ ബോഡീസും കാണപ്പെടുന്ന ന്യൂറോണിൻ്റെ ഭാഗത്തെയാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ടേബിൾ ഷോയിങ് ദ ഫങ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നെർവ് സെൽ. നെർവ് സെല്ലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ് ഇവിടെ കാണിക്കുന്നത്, അതിൻ്റെ ഫങ്ഷൻസും. ഓക്കെ, നെർവ് സെല്ലിൻ്റെ ഒരു പാർട്ടാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്സ്. ഈ ഡെൻഡ്രൈറ്റ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? റിസീവ് ഇമ്പൾസസ്, ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രോൺ ക്യാരി ഇമ്പൾസസ് ഫ്രം ദ ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇമ്പൾസസ് റിസീവ് ചെയ്യുന്നു, അത് സെൽ ബോഡിയിലേക്ക് ക്യാരി ചെയ്യുന്നു. ഓക്കെ, സൈറ്റോൺ ഓർ സെൽ ബോഡി പാസസ് ഇമ്പൾസസ് ടു ദ ആക്സോൺ. സെൽ ബോഡി ഇമ്പൾസസിനെ ആക്സോണിലേക്ക് പാസ് ചെയ്യുന്നു. ആക്സോൺ ക്യാരി ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ആക്സോൺ ഇമ്പൾസസിനെ സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ക്യാരി ചെയ്യുന്നു. ഷ്വാൻ സെൽസ് പ്രൊട്ടക്ട് ദ ആക്സോൺ, ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസസ്, ഇമ്പൾസസിൻ്റെ സ്പീഡ് കൂട്ടുകയും ചെയ്യുന്നു. ആക്സോണൈറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റ് ഇമ്പൾസസിനെ സിനാപ്റ്റിക് നോബിലേക്ക് ക്യാരി ചെയ്യുന്നു. സിനാപ്റ്റിക് നോബ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ, ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യുകയാണ് സിനാപ്റ്റിക് നോബിൻ്റെ ഫങ്ഷൻ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, name the swollen end of axon. How is it important in the transmission of impulses? ആക്സോണിൻ്റെ സ്വള്ളൻ എൻഡിൻ്റെ പേരെന്താണ്? ഹൗ ഇസ് ഇറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പൾസസ് ട്രാൻസ്മിഷനിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്? ഈ സ്വള്ളൻ എൻഡിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഫ്രം വിച്ച് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ്സ്, അവിടെയാണ് സിനാപ്റ്റിക് നോബിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നത്. The impulses are transmitted across the synaptic cleft only through a chemical neurotransmitter secreted from the synaptic knob. അതായത് ഇമ്പൾസസ് സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ്. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൂടെയാണ് ഇത് സിനാപ്റ്റിക് നോബിൽ സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഗിവ് എക്സാമ്പിൾ ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ acetylcholine, dopamine is another example. acetylcholineും ഡോപ്പമൈനുമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ. ഡിഫൈൻ സിനാപ്സ്. സിനാപ്സ് എന്നാൽ എന്താണ്? ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺസ് ഓർ ബിറ്റ്വീൻ ന്യൂറോൺസ് ഓർ മസിൽസ് ഓർ ഗ്ലാൻഡ്സ് ഇൻ നോൺ ആസ് സിനാപ്സ്. അതായത് ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോണുമായോ ഒരു ന്യൂറോണും മസിൽസുമായോ അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഗ്ലാൻഡ്സുമായോ ബന്ധപ്പെടുന്ന ജംഗ്ഷൻ, അതിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. ഇമ്പൾസസിൻ്റെ സ്പീഡിനും ഡയറക്ഷനെയും റെഗുലേറ്റ് ചെയ്യുന്നു. ദ ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് അക്രോസ് ദ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഓൺലി ത്രൂ എ കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇമ്പൾസസ് സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൂടെയാണ്.
secreted from the synaptic knob. Synaptic knob secrete ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൂടെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. The electrical messages conducted through a nerve. Nerves കണ്ടക്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ മെസ്സേജസ് ആണ് ഇമ്പൾസസ് എന്ന് പറയുന്നത്. ഹൗ ഈസ് എൻ ഇമ്പൾസസ് ജനറേറ്റഡ്? എങ്ങനെയാണ് ഒരു ഇമ്പൾസസ് രൂപപ്പെടുന്നത്? ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നിങ്ങൾ നോക്കാം. ഇത് ഞാൻ പറഞ്ഞുതരാം. The difference in the distribution of ion maintains positive charge on the outer and negative charge inside the plasma membrane of the receptor part of the neuron. ന്യൂറോണിൻ്റെ റിസപ്റ്റർ പാർട്ടിൻ്റെ സെൽ മെംബ്രെയിനിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമായിരിക്കും. ഓക്കെ, വെൻ സ്റ്റിമുലേറ്റഡ്, ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ദിസ് അയോണിക് ഇക്വിലിബ്രിയം changes there and the outer surface become negatively charged and inner become positively charged. അതായത് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത് ചാർജിൽ വ്യത്യാസം വരുന്നു. ഇതിൻ്റെ പുറത്ത് നെഗറ്റീവ് ചാർജും അകത്ത് പോസിറ്റീവ് ചാർജുമായിട്ട് മാറുന്നു. ആസ് എ റിസൾട്ട് ഇത് കാരണം ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നു. ദിസ് ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ് ഇറ്റ്സ് അഡ്ജസൻറ്റ് പാർട്ട്. ഈ ചാർജ് ഡിഫറൻസ് അടുത്ത പാർട്ടിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് സിമിലർ ചേഞ്ചസ് ഒക്കർ ദർ ടു. ഇത് തന്നെ തുടരുന്നു. ദിസ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇമ്പൾസസ് ബിക്കം പോസിബിൾ. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ ഇമ്പൾസസിനെ രൂപപ്പെടുത്തുന്നു. ഓക്കെ, ഹൗ ഈസ് ദ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ത്രൂ ദ ന്യൂറോൺ? ന്യൂറോണിലൂടെ എങ്ങനെയാണ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇമ്പൾസസ് ഡ്യൂ ടു സ്റ്റിമുലസിന് കാരണമാകുന്ന ഇമ്പൾസസ് ഡെൻഡ്രൈറ്റ്സ് എത്തുകയും ഡെൻഡ്രൈറ്റ്സിൽ നിന്ന് ഡെൻഡ്രോൺ, സൈറ്റോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, secretion of neurotransmitter to the synaptic cleft, stimulation in the adjacent dendrite, ഇമ്പൾസസ് ഫോം. അതായത് സ്റ്റിമുലസ് മൂലമുണ്ടാകുന്ന ഇമ്പൾസസ് ഡെൻഡ്രൈറ്റിലെത്തുകയും ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണിലൂടെ സൈറ്റോണിലെത്തുകയും സൈറ്റോണിൽ നിന്ന് ആക്സോണിലെത്തുകയും ആക്സോണിൽ നിന്ന് ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബിൽ നിന്ന് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് സെക്രീറ്റ് ചെയ്യുകയും സ്റ്റിമുലേഷൻ ഇൻ ദ അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ്, അടുത്ത ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇമ്പൾസസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, when impulses reach at the synaptic knob, a chemical substance known as neurotransmitter released in a synaptic cleft. This chemical stimulates the adjacent dendrite to form new electric impulses. അതായത് സിനാപ്റ്റിക് നോബിലെത്തുന്ന ഇമ്പൾസസ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുന്നു സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക്. ഈ കെമിക്കൽ അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ന്യൂ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. 2 types of neurons: സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ക്യാരി ഇമ്പൾസസ് ഫ്രം ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സെൻസറി നെർവ്സ് ഇമ്പൾസസിനെ ഡിഫറെൻറ്റ് ബോഡി പാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ക്യാരി ചെയ്യുന്നു. മോട്ടോർ ന്യൂറോൺ ക്യാരി ഇമ്പൾസസ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. അതായത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുമുള്ള ഇമ്പൾസസിനെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് ക്യാരി ചെയ്യുന്നതാണ് മോട്ടോർ ന്യൂറോൺ. ഡിഫൈൻ എ നെർവ്. എന്താണ് ഒരു നെർവ് എന്ന് പറഞ്ഞാൽ? നെർവ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ഓർ നെർവ് ഫൈബേഴ്സ്. ഒരു ഗ്രൂപ്പ് ആക്സോണിനെയോ നെർവ് ഫൈബേഴ്സിൻ്റെയോ കൂട്ടത്തെയാണ് നെർവ് എന്ന് പറയുന്നത്. കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. ഇതിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. Show different kinds of nerves with their function in a table. Different types of nerves ആണ് ഇവിടെ പറയുന്നത്. സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്. സെൻസറി നെർവ് എന്ന് പറഞ്ഞാൽ സെൻസറി ന്യൂറോൺസ് കൂടി ചേർന്നിട്ട് ഉണ്ടായതാണ്. മോട്ടോർ നെർവ് എന്ന് പറഞ്ഞാൽ മോട്ടോർ ന്യൂറോൺസ് ചേർന്നാണ് ഉണ്ടായത്. മിക്സഡ് നെർവ് എന്ന് പറഞ്ഞാൽ സെൻസറിയും മോട്ടോർ ന്യൂറോണും ചേർന്നതാണ് മിക്സഡ് നെർവ്. സെൻസറി നെർവിൻ്റെ ഫങ്ഷൻ carry impulses from sense organ to the brain and spinal cord. സെൻസറി നെർവ്
ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നു. എവിടുന്നും? സെൻസ് ഓർഗൻസിൽ നിന്നും ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും. മോട്ടോർ നെർവ് ക്യാരി ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് ഓർഗൻ. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുള്ള ഇമ്പൾസസിനെ ഡിഫറെൻറ്റ് ഓർഗൻസിലേക്ക് ക്യാരി ചെയ്യുകയാണ് മോട്ടോർ നെർവ്. മിക്സഡ് നെർവ്സ് ക്യാരി ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് ഓർഗൻ ആൻഡ് വൈസ് വേഴ്സ. അതായത് മിക്സഡ് നെർവ് ഇമ്പൾസസിനെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്കും ഡിഫറെൻറ്റ് ബോഡി പാർട്ടിൽ നിന്നും തിരിച്ച് സ്പൈനൽ കോഡിലേക്കും ബ്രെയിനിലേക്കും ഇങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നതാണ് മിക്സഡ് നെർവ്സ്. ഹൗ ഈസ് ഹ്യൂമൻ നെർവസ് സിസ്റ്റം ക്ലാസിഫൈഡ്? ഹ്യൂമൻ നെർവസ് സിസ്റ്റം എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് ബ്രെയിനും സ്പൈനൽ കോഡും വിടുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റമാണ് ക്രാനിയൽ നെർവ്സ്. 12 പെയർസ് ക്രാനിയൽ നെർവ്സും 31 പെയർ സ്പൈനൽ നെർവ്സും ചേർന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ദ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഫോർ ഹ്യൂമൻ ബ്രെയിൻ. ഹ്യൂമൻ ബ്രെയിനിൻ്റെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ ഹാർഡ് സ്കൾ. ഒരു ഹാർഡ് സ്കളിൻ്റെ ഉള്ളിലായിട്ടാണ് ബ്രെയിന് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈസ് കവേർഡ് ബൈ എ 3 ലെയർ മെംബ്രെയിൻ. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു 3 ലെയർ മെംബ്രെയിൻ ഉണ്ട്. കോൾഡ് ദ മെനിഞ്ചസ്. അതിനെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, എ ഫ്ലൂയിഡ് ഫോംഡ് ഇൻസൈഡ് ദ മെനിഞ്ചസ്. മെനിഞ്ചസിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഓൾസോ പ്രൊട്ടക്ട് ദ ബ്രെയിൻ. ഇതും ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദ ഔട്ടർ കവറിങ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും ഔട്ടർ കവറിങ് ആണ് മെനിഞ്ചസ്. 21. The fluid which provide nutrients and oxygen to brain tissue. ബ്രെയിൻ ടിഷ്യൂവിന് ഓക്സിജനും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാണെന്ന്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, CSF. How is the CSF formed? Give its function. Cerebrospinal fluid is a fluid formed from the blood inside the meninges and eventually reabsorbed to the blood. Cerebrospinal fluid ഫോം ചെയ്യുന്നത് ബ്ലഡിൽ നിന്നാണ്. ഇത് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫങ്ഷൻസ്: പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ബ്രെയിൻ ടിഷ്യൂ. ബ്രെയിൻ ടിഷ്യൂവിന് ഓക്സിജനും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നു. റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. ബ്രെയിനിനുള്ളിലെ പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു. പ്രൊട്ടക്റ്റ് ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. ഇഞ്ചുറീസ് നിന്നും ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ. നെയിം ദ ഫങ്ഷണൽ പാർട്സ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഫങ്ഷണൽ പാർട്സ്. ഹ്യൂമൻ ബ്രെയിൻ ഹാസ് ഔട്ടർ സെറിബ്രം, cerebellum and medulla oblongata and inner thalamus and hypothalamus. ബ്രെയിൻ്റെ ഔട്ടർ പാർട്ട് സെറിബ്രം, this is thalamus, hypothalamus, cerebellum, medulla oblongata. ഇത്രയുമാണ് ബ്രെയിൻ്റെ പാർട്സ്. Table showing different parts of brain, peculiar features and functions of each. Okay, ബ്രെയിൻ്റെ പാർട്സും അതിൻ്റെ ഫീച്ചേഴ്സും ഫങ്ഷൻസും ആണ് ഈ ടാബിളിൽ കൊടുത്തിട്ടുള്ളത്. പാർട്സ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിൻ്റെ പാർട്സ്: സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോംഗേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഇത്രയുമാണ് പാർട്സ്. ഫീച്ചേഴ്സ് നോക്കുക. സെറിബ്രത്തിൻ്റെ ഫീച്ചർ: ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ് സെറിബ്രം, വിത്ത് മെനി ഫിഷേഴ്സ് ആൻഡ് ഫോൾഡേഴ്സ് ഇൻ ഇറ്റ്സ് കോട്ടക്സ്. അതിൻ്റെ പുറമേ ഒരുപാട് മടക്കുകളും ചുളിവുകളും ഒക്കെ കാണുന്നുണ്ട്. സെറിബ്രൽ കോട്ടക്സ് ഈസ് സീൻ ആസ് ഗ്രേ മാറ്റർ ആൻഡ് ഇന്നർ മെഡുല്ല ആസ് വൈറ്റ് മാറ്റർ. സെറിബ്രൽ കോട്ടക്സ് ഗ്രേ മാറ്ററും ഇന്നർ മെഡുല്ല വൈറ്റ് മാറ്ററുമാണ്. ഫങ്ഷൻ: center of feeling, senses and also the center of qualities like thought, imagination, intelligence and memory. Cerebellum എന്ന് പറഞ്ഞാൽ ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ്. സീൻ ആസ് 2 ഫ്ലാപ്സ്. അത് 2 ഫ്ലാപ്സ് ആയിട്ടാണ് കാണുന്നത്.
കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ഇത് മസ്കുലർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുകയും ബോഡി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ ദ റോഡ് ഷേപ്ഡ് ലോവർ പാർട്ട്. ബ്രെയിൻ്റെ ഏറ്റവും താഴത്തുള്ള റോഡ് ഷേപ്ഡ് പാർട്ടാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇറ്റ് കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ്. ഇൻവോളണ്ടറി ആക്ഷൻസ് ആയ ഹാർട്ട് ബീറ്റും ബ്രീത്തിങ്ങും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. തലാമസ് ദ സീറ്റ് ഓഫ് സെറിബ്രം. സെറിബ്രത്തിൻ്റെ സീറ്റ് എന്നാണ് തലാമസിനെ അറിയപ്പെടുന്നത്. ആക്ടേഴ്സ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രോ ദ സെറിബ്രം ആൻഡ് ഓൾസോ അനലൈസ് ദ ഇമ്പൾസസ്. സെറിബ്രത്തിലേക്കും പുറത്തേക്കുമുള്ള ഇമ്പൾസസിൻ്റെ റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്നത് തലാമസ് ആണ്. തലാമസ് സീൻ ജസ്റ്റ് ബിലോ ദ തലാമസ്. തലാമസിന് തൊട്ടു താഴെയായി കാണുന്നു. പ്ലേ എ മേജർ റോൾ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് മെയിൻ്റനൻസിന് മേജർ റോൾ വഹിക്കുന്നു. ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. ഹ്യൂമൻ ബ്രെയിൻ്റെ ലാർജസ്റ്റ് പാർട്ട് സെറിബ്രം. ദ പെരിഫറൽ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് ദ സെറിബ്രൽ കോർട്ടക്സ്. പെരിഫറൽ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് സെറിബ്രൽ കോർട്ടക്സ് ആണ്. ഇത്രയുമാണ് പാർട്ട് 1 ഞാൻ പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം പാർട്ട് 2 അത് കാണുക. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.